എനിക്ക് 18 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു 6 വർഷം 5 വർഷം മുന്നേ വയസ്സ് കൂട്ടി പറയണ്ട 5 വർഷം മുന്നാണ് എനിക്ക് എനിക്ക് പാഷനേറ്റ് ആയിട്ടുള്ള സൈക്കിള് ഡാഡി എനിക്ക് വാങ്ങി തരുന്നത്. അന്നത്തെ വില ഏകദേശം 18,000 രൂപ വില വരുന്നതാണ്. എനിക്ക് 18 വയസ്സ് കഴിഞ്ഞ് ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്ത് അടുത്തതൊരു സ്കൂട്ടി വാങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ഡാഡിയുടെ പറഞ്ഞ് കരഞ്ഞ് പിഴിഞ്ഞ് ഒരു പരിവായിട്ടാണ് ഡാഡിയോട് പറഞ്ഞ് 2 ദിവസം ഞാൻ അതിന് വേണ്ടി കരഞ്ഞു കേട്ടോ. 18-19 വയസ്സാണ്. കാരണം എനിക്ക് അത്രയ്ക്ക് താല്പര്യമായിരുന്നു ആ ഒരു സാധനം വേണം, സൈക്കിൾ വേണം, ഒരു പ്രീമിയം സൈക്കിൾ വേണം എന്നുള്ളത്. അങ്ങനെ പറഞ്ഞു വാങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലും സൈക്കിളും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളിപ്പോൾ ഈ നിലയിൽ എവിടെയാണ് നമ്മൾ അവിടെ നിൽക്കുന്നത് കേട്ടോ. പക്ഷേ ഇന്ന് നമ്മൾ എൻ്റെ അനിയന് സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. കാരണം അവൻ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് അവൻ ഭയങ്കര പാഷനേറ്റായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് സ്കേറ്റിംഗ് എന്ന് പറഞ്ഞത്. സോ എനിക്കിപ്പോൾ ഒരു സ്കേറ്റിംഗ് ബോർഡ് വാങ്ങി കൊടുക്കാൻ പറ്റും, കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ അവന് ഒരു ചെറിയൊരു സർപ്രൈസായിട്ട് വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഏകദേശം ഞാൻ ഡാഡി ഒരെണ്ണം വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് 2,000-2,500 ഒരു എൻട്രി ലെവൽ സംഭവമായിരുന്നു. അവനെ പറയുമ്പോഴേക്കും വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അവൻ എത്രത്തോളം അതിനോട് താല്പര്യമുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം. നമ്മൾ പറഞ്ഞ വശം വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കൗതുകം കഴിഞ്ഞു. പക്ഷേ ഒരെണ്ണം വാങ്ങി അവൻ ചെറിയ ട്രിക്സും ടിപ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു. നെക്സ്റ്റ് ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് അവന് തന്നെ തോന്നി, എനിക്കും തോന്നിയിട്ടോ. കാരണം ഒരു എപ്പോഴും ബേസിൽ തന്നെ നിൽക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ലെവലിൽ ഞാൻ ആദ്യം ഒരു നോർമൽ സൈക്കിളാണ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഒരു 75,000 ഒരു പ്രീമിയം ഒരു ഓഫ് റോഡ് കേപ്പബിലിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള സൈക്കിളിലേക്ക് മാറി. അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡെക്കാത്തലോണിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പുതിയൊരു സൈക്കിളിലേക്ക് പുതിയൊരു ബൈക്കിലേക്ക് മാറിയതുപോലെ തന്നെ അനിയൻ പഴയ ഇതിൽ നിന്നും പുതിയ ഇതിലേക്ക് വാങ്ങാൻ പോവാണ്. ഞാനിവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 7,000 രൂപ അടുത്ത് വില വരുന്ന ഒരു സ്കേറ്റിംഗ് ബോർഡാണ്. അഡൾട്ട്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പ്രീമിയം ഒരു സ്കില്ലും കാര്യം ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ സ്കേറ്റ് ജാൻ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൊരു ചെറിയ കുട്ടിയെ സ്കേറ്റ് ചെയ്യുന്ന ആളുടെ പ്രൊഫൈലിൽ കയറി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാ നല്ലത്. അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളി സാധനമാണ്. ഞാൻ ഓർഡർ ചെയ്ത് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഉള്ളിൽ വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ചെക്ക് ചെയ്യാം. അനിയന് ഈ സംഭവം അറിയില്ല കേട്ടോ. ഞാൻ അവനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, പഠിക്കുക. അതവൻ എന്തായാലും നല്ല രീതിയിൽ അവൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ ഗൈസ്, ഇത് അവൻ്റെ ആൻസർ ഷീറ്റാണ് കേട്ടോ. December 2023 കഴിഞ്ഞ മാസം ഡിസംബറിൽ ഉണ്ടായിരുന്നത്. ഇംഗ്ലീഷിൽ അവന് 41 മാർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹിന്ദി പേപ്പറിൽ 80-ൽ 77 മാർക്ക്. എൻ്റെ പൊന്നെ, ഞാൻ എത്ര കോപ്പി അടിച്ചിട്ട് എനിക്ക് 50-ന് വില കിട്ടിയിട്ടില്ല കേട്ടോ. ഹിന്ദി പേപ്പറിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഹിന്ദി പേപ്പർ. അതുപോലെ തന്നെ ഫിസിക്സിൽ 60-ൽ 27. കുഴപ്പമില്ല. ഫിസിക്സിൽ എത്രയുള്ളത്. പിന്നെ ബോട്ടണിയിൽ 30-ൽ 9.5. അതുപോലെ തന്നെ സുവോളജിയിൽ 30-ൽ 13. പിന്നെ വരണത് 60-ൽ 19.5 ഇതിൽ വരുന്നത്. മാത്സിൽ 60-ൽ 19.5 സിംഗേഴ്സ്. പിന്നെ വരുന്നത് 60-ൽ 30 കെമിസ്ട്രിയിൽ കേട്ടോ. ഈ പേപ്പറുകൾ ഞാൻ നിങ്ങൾക്ക് കാട്ടി തന്നു പറഞ്ഞാൽ അവൻ എന്നെ കൊല്ലും. അതുകൊണ്ട് +1 പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ബയോമാക്സ് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ, അല്ലെങ്കിൽ ബയോമാക്സ് ആണെന്നില്ല നിങ്ങളുടെ റിസൾട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അല്ലെങ്കിൽ അവൻ എന്നെ കൊല വിളിക്കുന്നത് കഴിഞ്ഞാൽ ഉറപ്പുള്ള കേസാണ് കേട്ടോ. സോ നമുക്ക് ഞാൻ ഒരു സർപ്രൈസ് കൊടുക്കാം ഗൈസ്. ഓൺലൈനിൽ ഓർഡർ ചെയ്തത് ബിന്ദു ജോഷിയുടെ പേരിലാണ്. ഒരു സ്കേറ്റിംഗ് ബോർഡായിരുന്നു. അത് ഇവിടുന്ന് മറ്റേ ഇത് കൊടുത്തിട്ട് കളക്ട് ചെയ്യാൻ പറ്റില്ലേ? OTP നമ്പറോ? സ്കേറ്റിംഗ് ബോർഡ് വരുന്നത് ഇതാണ്. സ്കേറ്റിംഗ് ബോർഡ് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ് ഈ സംഭവം. ഇത് നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്യാമെന്നുണ്ട് കേട്ടോ. ഇതാണ് സംഭവം ഗൈസ്. എൻ്റെ പൊന്ന്, ഇത്ര വലുതാണ് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഗൈസ്, ഇത് അസംബിൾ ചെയ്യേണ്ടല്ലോ. ഇത് അസംബിൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അതിൻ്റെ ടൈറ്റ് ചെയ്യേണ്ട ഒന്നും ആവശ്യം, അസംബിൾഡ് ആയിട്ടാണ് വേണം വരല്ലേ അല്ലേ? ഓക്കെ. ഇതിൻ്റെ വാറണ്ടിയും ഗ്യാരണ്ടിയും ഒക്കെ എത്ര ഇയർ? 2 ഇയർ വാറണ്ടിയും ഇതും വരും അല്ലേ? ഓക്കെ, താങ്ക് യു. എന്നാൽ ഞാനത് കളക്ട് ചെയ്യാറുണ്ട്. ഇത് ഞാൻ ബാഗ് എടുത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ നമുക്കത് വേണ്ടെന്നാണ് പറഞ്ഞേട്ടാ. ഞാനത് ഇവിടെ വെച്ച് അസംബിൾ ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഓൾറെഡി അസംബിൾഡ് ആണ്. നമുക്കത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്യാട്ടെ. സംഭവം കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദൈവമേ, എനിക്ക് അവൻ്റെ എക്സ്പ്രഷനാണ് എനിക്ക് കിട്ടേണ്ടത് കേട്ടോ. നോക്കി, ഫുള്ളി അസംബിൾഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു ഇത് തുടങ്ങണമെങ്കിൽ ഒരു പാഷനായിട്ടായിട്ട് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സ്പോർട്സ് എന്തെങ്കിലും, എനിക്കിപ്പോൾ സൈക്ലിംഗ് ചെയ്ത പോലെ അവന് സ്കേറ്റിംഗ് ഇഷ്ടമെങ്കിൽ അവൻ ചെയ്യട്ടെ. നോക്ക്, സാധനം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവനോട് പഠിക്കാൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പഠിച്ചാൽ മാത്രം മതി, ബാക്കിയെല്ലാം ഞാൻ ചെയ്തു തരാമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വാക്ക് നമ്മൾ പാലിക്കണമല്ലോ. അപ്പോൾ 2 ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും നല്ല രീതിയിൽ വൈറലും കാര്യങ്ങളൊക്കെ ആയതാണ്. ഏകദേശം മില്യൺ കണക്കിന് വ്യൂസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇപ്പോൾ സമയം 1:35 ആയിട്ടുള്ളൂ കേട്ടോ. 1:30 കഴിഞ്ഞിട്ടുള്ളൂ. അവൻ 4:30 വരാം. അപ്പോൾ ഇത് വീട്ടിലേക്ക് നേരെ കൊണ്ടുപോയിട്ട് ഈ സംഭവം എവിടെയെങ്കിലും എടുത്ത് വയ്ക്കട്ടെ. വീട്ടിലെത്തിയിട്ട് കാണാൻ.
സോ ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അത് ഇത്രയും വലിയ പെട്ടിയാണ് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. നോക്കിയാൽ ഭയങ്കര വലിയ ഇതാണ് കേട്ടോ. ഏകദേശം ഒരു 3 അടി, ഞാൻ 5.9 എൻ്റെ പകുതിയോളം അര ഭാഗം വരുന്നുണ്ട് കേട്ടോ ഈ സാധനം. സോ നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തിരിക്കുന്നത്, നമ്മൾ ഇന്നലെ ഫ്രിഡ്ജ് ടൂർ നടത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഫുള്ള് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വാങ്ങി വെച്ചിട്ട് നിറച്ചിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വ്ളോഗിങ് ചാനൽ അറിയാത്തവരുണ്ടെങ്കിൽ ഡെയിലി വ്ളോഗായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആണ്. ഇതിൽ സൈക്ലിങ് സ്പോർട്സ് സംബന്ധിച്ചിട്ടുള്ള ചാനലായിട്ടാണ് ഞാനത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് സൈക്ലിംഗ് ആണ്, മൗണ്ടൻ ബൈക്കിങ്, ഓഫ് റോഡിങ് ആണ് ഇഷ്ടം. അനിയനിപ്പോൾ സ്കേറ്റിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളാണ് കൂടുതലും ഇതിൽ വരാൻ ചാൻസ്. ഡെയിലി നടക്കുന്ന വ്ളോഗുകൾ ഡെയിലി വ്ളോഗ് ചാനലിലാണ് നടക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇവിടെ നമ്മൾ ഏകദേശം ഐസ്ക്രീമും അതുപോലെ തന്നെ കിറ്റ്കാറ്റ്, ക്യാവിൻസിൻ്റെ മിൽക്ക് ഷേക്ക്, അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എല്ലാം, ഗാലക്സി മിഠായി, ഇതെല്ലാം നമ്മൾ ഇട്ട് നിറച്ചിത് ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഏകദേശം കഴിയാറായി ട്രോപ്പിക്കാനയുടെ ഇത്, അങ്ങനെ എല്ലാം നിറച്ച് വെച്ചിട്ട് നമ്മളൊരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അതിൽ നിന്നെല്ലാം മാറ്റിയിട്ട്, കാരണം ഇന്നലെ സർപ്രൈസ് ആയിട്ട് അവനത് കൊടുത്തിട്ടുള്ളൂ, ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വായോ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ഈ സാധനം ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയാലാന്ന് ഞാൻ ആലോചിക്കണം. എന്നിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്, അപ്പോൾ അവൻ സ്കേറ്റിംഗ് ബോർഡാന്ന് ഒട്ടും പ്രതീക്ഷിക്കില്ല. കാരണം ഫുഡിൻ്റെ വല്ലതും എന്തെങ്കിലും ചേട്ടൻ വേറെ വല്ലതും ചെയ്തിട്ടുണ്ടാകും, സർപ്രൈസ് ആരെന്ന് വിചാരിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ കഴിച്ച് 4 മണി ആവട്ടെ, 4 മണിക്ക് അനിയൻ വരും. സൂപ്പർ എക്സൈറ്റഡ്. എനിക്ക് അവൻ്റെ കയ്യിലേക്ക് അത് കൊടുക്കാനുള്ളൊരു ഇത് എന്തായിരിക്കും അവൻ്റെ ഒരു റിയാക്ഷൻ അറിയാൻ വേണ്ടിയുള്ളൊരു ആഗ്രഹം കഴിച്ച്. സോ 4 മണി ആവട്ടെ ഏട്ടാ. ഗൈസ് സമയം ഇപ്പോൾ 3:59, 4 മണിയായിട്ട്. അനിയൻ ഏത് നിമിഷവും എത്തും. ഞാൻ ഈ ഫ്രിഡ്ജിലത്തെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് മാറ്റി ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അനിയൻ ഇത് തുറക്കും, അനിയൻ വിചാരിക്കും നമ്മുടെ മറ്റേ സാധനങ്ങളൊക്കെ വാങ്ങിയില്ലേ നമ്മൾ, ഫ്രിഡ്ജിലത്തെ ആവശ്യമുള്ള സാധനങ്ങൾ ഫുള്ള്, ഇങ്ങനത്തെ മിഠായികൾ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, അതുപോലത്തെ എന്തെങ്കിലും പരിപാടിയാണെന്ന് വിശ്വസിക്കുള്ളൂ. ഞാൻ അടയ്ക്കാൻ പറ്റുമോ നോക്കിയോട്ടെ. സെറ്റ് ഗൈസ്, സെറ്റുമസാ കൃത്യം അടങ്ങി. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. അവിടെ ചെറിയൊരു കട്ടിങ് കണ്ട, അവിടെ ഇങ്ങനെ കംപ്രസൻ്റെ ഇതുണ്ട് കേട്ടോ. അപ്പോൾ സാധനം ചില്ലാവട്ടെ കേട്ടാ. സ്കേറ്റിംഗ് ബോർഡ് ഇതുപോലെ ആരുടെ ഒരു അനിയന് സർപ്രൈസ് കൊടുത്തിട്ടുണ്ടാവില്ല കേട്ടാ. എന്താ എത്ര നേരം വൈകി? 5 മണിയായില്ലോ. സ്പെഷ്യൽ ക്ലാസ്സാ? നിനക്ക് മാത്രമേ ഉള്ളൂ സ്പെഷ്യൽ ക്ലാസ്? പഠിക്കാത്തവർക്ക് മാത്രമേ ഉള്ളൂ അല്ലേ? എന്നിട്ടാ ഒരു സർപ്രൈസ് തരട്ടെ? ഒരു സർപ്രൈസ് തരട്ടെ? വായോ. വാ സർപ്രൈസ്. ഫ്രിഡ്ജിലാ? എന്നിട്ടായിരിക്കും എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഫ്രിഡ്ജിലാണോ? എന്നിട്ടാ ഇന്നലെ എടുത്താണോ? ഇന്നലെ എന്തെടുത്തത്? ഇന്നലെ ഫ്രിഡ്ജിൽ കുറെ സാധനങ്ങൾ വെച്ചിട്ട് അതിന്റെ പാർട്ട് 2 അടിയിലത്തെ ഫ്രിഡ്ജ് തുറന്നു നോക്ക്. സർപ്രൈസ്. കത്തിരിക്ക് ഹാപ്പിയാ? എത്ര കൊല്ലായി? പുറത്തു കൊണ്ടോയിട്ട് പോയിക്കാം. പുറത്തേക്ക് വാ. സന്തോഷായ? നോക്കട്ടെ, മുഖത്ത് കാണാനൊരു സന്തോഷം. എത്ര നാളായിട്ടുള്ള ആഗ്രഹമാണ്? ഓഗസ്റ്റ് തൊട്ട് പറഞ്ഞോ. ഏത് ഓഗസ്റ്റ്? 10ാം ക്ലാസ് കഴിഞ്ഞോട്ട് പറഞ്ഞോ. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് 10ാം ക്ലാസ് ഫ്രിഡ്ജിൽ വെച്ചേ തണവുണ്ടത്. പൊളിക്ക്. സർപ്രൈസ്. സന്തോഷായ? ഉറപ്പായിട്ടും. എന്നിട്ട് കരയണേന് സന്തോഷം കൊണ്ടോ? മൂക്കട്ട വരണ്ട. പൊളിക്ക് സൂക്ഷിച്ച് പൊളിക്ക് മോനെ. ഇതെപ്പോഴാ വന്നപ്പോ ഒക്കെ സെറ്റ് ചെയ്തു. ഞാൻ എന്നോട്ട് സാധനം കളക്ട് ചെയ്താന്നറിയോ? ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്കുള്ളൂ. ഞാൻ ഈ ലാസ്റ്റ് പറ്റിക്കുന്നു വിചാരിച്ചു, തരില്ലാന്ന് വിചാരിച്ചു. എന്താ അങ്ങനെ തോന്നി? പിന്നെ എന്തിനാ അമ്മോടൊക്കെ പറഞ്ഞു ഇങ്ങനെ കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ടോക്കൺ ഉണ്ടായി കാരണം. ഞങ്ങളൊരു ടോക്കൺ ഉണ്ടായിരുന്നു കേട്ടോ. ഇവന് ഷർട്ടും പാന്റും ജീൻസും ഒക്കെ വാങ്ങി കൊടുക്കാം. ഇത്ര വിലയുടെ നിക്കണത് ഓടിക്കാൻ പറ്റുമോ നോക്ക്?
ഈശോ മതിയാ നിനക്ക്? സമാധാനപ്പെട്, കൂളാണ്. തണുക്കണം നല്ലതാ. സമാധാനപ്പെട്, കൂളായ നീ. എക്സൈറ്റ്മെന്റ് പറഞ്ഞു ഇത് എന്തേലും കാട്ടിട്ട് വീഴൂട്ടാ. ഇത് പൊട്ടിക്ക്. അന്ന് ഓർമ്മയുണ്ടാ എക്സൈറ്റഡ് ആയിട്ട് സൈക്കിൾ ചെയ്യുമെന്ന് പോയിട്ട് നെറ്റിടിച്ചത്? അന്ന് ഞാൻ ഹൈദരാബാദ് പോയപ്പോ അതുപോലെ ഒപ്പിക്കണ്ടാനങ്ങാണ്ട് പയ്യ സാവധാനത്തിന് സന്തോഷായില്ലേ? അത് മതി. സോ അപ്പൊ എത്രക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു സർപ്രൈസിങ് വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ് എന്നിട്ട് വേറെ എന്നിട്ട് കാട്ടിത്തരണേ. പഠിച്ചു തുടങ്ങി കയ്യും കാലൊക്കെ ഒടിച്ചിട്ട് കാട്ടിത്തരാം. ഹെൽമെറ്റ് വയ്ക്കോ? ഹെൽമെറ്റ് വെച്ചിട്ട് കൊല്ലും ഞാൻ തന്നെ. ഹെൽമെറ്റ് വെച്ച് അടിപൊളിയായിട്ട് പഠിക്കണട്ടാ. നീ എന്നിട്ട് പഠിക്കണ് ചവിട്ട് ഞാൻ. ബോർഡ് പഠിക്കണ കാര്യമല്ല പറഞ്ഞേ, സ്കൂളിലേക്കുള്ളത് പഠിച്ചോളോ. അതിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങി വന്നത് തോരപ്പൻ. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ കിഡിലൻ മോർ അപ്ഡേറ്റ്സ്. അടുത്ത വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ ബൈ.